ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ബീട്രൂട്ട് പച്ചടി ആയാലോ. ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഓണത്തിനെന്നല്ല ഏത് സദ്യക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പച്ചടിയാണേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്നെടുക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് കൊത്തിയരിഞ്ഞ് നമുക്കെടുക്കാം, അല്ലെങ്കിൽ ഇതൊരു 4-5 കഷ്ണമായിട്ട് മുറിച്ച് കുക്കറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയേ. ഒരു 3 വിസിൽ കേട്ടാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇങ്ങനെ വെന്തം കൂടെ ഉടഞ്ഞല്ല പോകുന്നത്, ഒരു കളുന്നാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നല്ല വേവുമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെയൊന്ന് അടിച്ചെടുക്കാം. ഒരു 5-6 കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചിടുന്നത്. ഇവിടെ ചെറുതാക്കിയാണ് മുറിച്ചിടുന്നത്. ഇതുപോലെ തന്നെ എല്ലാം മുറിച്ചിടാം. നല്ല നിറമുള്ള ബീട്രൂട്ടാണേ. ചിലതിൻ്റെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇതുപോലെ ഇങ്ങനെ നാര് പോലെ കാണും. ഇതിപ്പോൾ നല്ല നിറമുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്ത് സാധനം വേവിക്കാൻ വെക്കുമ്പോഴും ഒരിത്തിരി ഉപ്പിട്ട് വേവിക്കണേ. വെള്ളം തീരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഒരു 1/2 ഗ്ലാസ് വെള്ളം തികച്ചൊഴിച്ചിട്ടില്ല. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ഇനി നമുക്ക് ഈ സമയവും കൊണ്ട് മറ്റുള്ള പണികൾ ചെയ്തു വെക്കാം. അപ്പം ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 മുറി തേങ്ങ ചിരകി വെച്ചിരുന്നതാണ്. അധികം വലിപ്പമില്ലാത്ത തേങ്ങ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം. ഒരു തുള്ളി വെള്ളം, ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് കറക്കിയെടുക്കട്ടെ. അപ്പോൾ ഇത് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു എരിവുള്ള പച്ചമുളകാണേ. ബീട്രൂട്ടിന് തന്നെ ഒരു മധുരപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ 4 പച്ചമുളക് എടുത്തത്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളകും കടുകും. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണോളം തൈര് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. തൈര് ഒഴിക്കണതാണ് നല്ലത്. വെള്ളം തന്നെ ഒഴിക്കുമ്പോൾ ഇതിന് വെള്ളം കൂടിപ്പോകും. അപ്പോൾ ഇതേ നമ്മുടെ ബീട്രൂട്ട് വെന്തോ ഇല്ലേന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറട്ടെ. എന്നിട്ട് നമുക്ക് ചൂടൊന്ന് ആറി കഴിയുമ്പോഴത്തേനും നമുക്കൊരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒരൊറ്റ അടി അടിച്ചാൽ മതിയേ. ഒരു ബട്ടണിൽ പിടിച്ചൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് ശരിക്കും ചൂടാറിയിട്ടില്ല. ഞാൻ ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലതുപോലെ നല്ല തരിതരിപ്പോട് കൂടി കിട്ടും ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേനും. അപ്പോൾ അത് ഈ തണ്ടം മുണ്ടൊന്നും കിടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വേവിച്ചിട്ട് അടിച്ചെടുക്കുന്നത്. പതുക്കെ ഒന്ന് അടിച്ചാൽ മതി, പെട്ടെന്ന് അരഞ്ഞ് കിട്ടുമേ. ഒത്തിരി അങ്ങോട്ട് വെണ്ണ പോലെ അരയണ്ട. പതുക്കെ ഒന്ന് വലിച്ചെടുത്താൽ മതി. ഒരു 2-3 വലി വലിച്ചാൽ മതിയേ. കണ്ടോ, നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഇനി കുറച്ച് വെച്ചിട്ട് വേണേ, അല്ലെങ്കിൽ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചട്ടിയുടെ അടിക്ക് പിടിക്കും, പുകയും. നല്ല പൊട്ടി പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കടുകും പച്ചമുളകും തേങ്ങയും കൂടെ. എന്നിട്ട് ആ ചട്ടിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ആ തേങ്ങയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല കളർ കിട്ടിയിട്ടുണ്ടേ.
തീ കുറച്ചിട്ടിട്ട് വേണേ ചെയ്യാൻ. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഗ്ലാസോളം തൈര് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഗ്ലാസ്സിന്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തൈരിന് അധികം വെള്ളമൊന്നും പാടില്ല, എന്നാലാണ് ഇതേപോലെ നല്ല കുറുകിയ രൂപത്തിൽ കിട്ടുകയുള്ളൂ. ഇനി തൈര് ഒഴിച്ച് കഴിഞ്ഞ് തീ ഓഫാക്കാം. ഒത്തിരി അങ്ങോട്ട് ഇട്ട് കത്തിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഈ തൈര് അങ്ങോട്ട് വെള്ളം പോലെയായി പോകും. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടേ. അപ്പോൾ നമുക്കൊരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ചട്ടിയുടെ ചൂട് കൊണ്ട് തിളയൊക്കെ വരുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് വറക്കണേ. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണേ. അപ്പം ഞാനിതിലേക്ക് 1 നുള്ളി ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ഉള്ളി അരിഞ്ഞതല്ല ഈ കിടക്കുന്നത്, ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം അരിഞ്ഞിട്ടതാണ്, കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുത്തതാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒത്തിരി കരിഞ്ഞൊന്നും പോവണ്ട, ഈ മുളകിൻ്റെയൊക്കെ നിറം അങ്ങോട്ട് മാറിപ്പോവേ. ഇഞ്ചി ഒന്നില്ലെങ്കിൽ ഈ അരപ്പിൻ്റെ കൂടെ അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഇട്ടാൽ മതി. ഇനി നമുക്കിത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.